Good morning. Good morning. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മോൻ ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതിൻ്റേതായ കുറേ മാറ്റങ്ങൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ വന്നിട്ടുണ്ട്. മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ലൈഫ് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറി മറിഞ്ഞിരിക്കുകയാണ്. രാവിലെ ഒരു 5:30-6 മണിയാകുമ്പോൾ അലാം വെച്ച് എണീക്കുന്ന പോലെയാണ് ഈ കക്ഷി എണീക്കുന്നത്. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ബെഡിൽ കിടന്ന് കളിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആകെ സ്വഭാവം മാറും. പിന്നെ പുറത്തേക്ക് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ട് നടക്കണം. അവൻ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓർക്കൊക്കെ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പോരാത്തതിന് ഇപ്പം നല്ല മഴക്കാലമാണ്. നല്ല മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങേണ്ട സമയത്താണ് ചെക്കൻ എന്നെ 5:30-ക്ക് വിളിച്ച് എണീപ്പിക്കുന്നത്. എണീറ്റ് കഴിഞ്ഞ് നേരൊക്കെ ഒന്ന് വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ അമ്മാമ്മയാണ് ഉമ്മറത്തേക്കൊക്കെ കൊണ്ടുപോയി ഇരുന്ന് കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്. ആ കിട്ടുന്ന കുറച്ച് സമയം കൊണ്ട് ഞാൻ വേഗം മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങും. പിന്നെ അവർ തമ്മിലാണ് കളികളും വർത്താനങ്ങളൊക്കെ. അച്ഛ വീട്ടില് പണികളൊന്നുമില്ലേ? പാപ്പി ഉണ്ടാക്കണ്ടേ? പാപ്പി കുച്ചണ്ടേ? അമ്മച്ചി പാപ്പി കൊതുക്കണ്ടേ? രുദ്രപ്പാ അങ്കളും വേണ്ട. ഓ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവൻ്റെ അടുത്ത് ഉറക്കത്തിനുള്ള സമയമാവും. ആ സമയമാകുമ്പോഴാണ് പിന്നെ ഞാൻ എണീറ്റ് വന്നിട്ട് അവനെ ഉറക്കുന്നത്. അപ്പോഴേക്കും അമ്മ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. മോൻ ഉറങ്ങുന്ന സമയം കൊണ്ടാണ് ഞാൻ ഷടേന്ന് പറഞ്ഞിട്ട് കുളിച്ചു വരുന്നത്. ആദ്യമൊക്കെ എനിക്ക് ബാത്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ കുളിക്കാനായിട്ട് ഒരു 1/2 മണിക്കൂറെങ്കിലും മിനിമം വേണമായിരുന്നു. ഇപ്പം ഇങ്ങനെയാണ് ഞാൻ ഇത്രയും വേഗം കുളിച്ചിറങ്ങുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതിലൊന്നാണ് ഇത്. മടിയിലിട്ട് പാട്ടും പാടി ഞാൻ ഇതുപോലെ ഇങ്ങനെ കുറേ നേരം ആട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴാണ് പതുക്കെ ഒന്ന് കക്ഷി ഉറങ്ങി തുടങ്ങുന്നത്. പാട്ടൊക്കെ കേട്ടിരിക്കാൻ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെന്നാണ് ഇതുവരെയുള്ള എൻ്റെ ഒരു നിഗമനം. കാരണം ഉറക്കാനാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും പാട്ട് പാടി കൊടുക്കുമ്പോൾ അവനിങ്ങനെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയെടുക്കുന്നത് കാണാം. അങ്ങനെ ഒരു 2-3 പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോൻ ഉറങ്ങാൻ തുടങ്ങി. അപ്പം ഞാൻ പതുക്കെ അവനെ എടുത്ത് തൊട്ടിലേക്ക് മാറ്റി കിടത്തി. ബെഡിൽ കിടത്തുന്നതിനേക്കാളും തൊട്ടിൽ കിടത്തുമ്പോൾ അവൻ കുറച്ചും കൂടി കൂടുതൽ സമയം ഉറങ്ങാറുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും രാവിലെ സമയങ്ങളിൽ തൊട്ടിൽ തന്നെയാണ് കിടത്താറുള്ളത്. രാത്രി പിന്നെ ഞാൻ എൻ്റെ കൂടെയാണ് കിടത്തുന്നത്. അങ്ങനെ അവനെ ഉറക്കാൻ കിടത്തിയിട്ട് ഞാൻ വേഗം കുളിക്കാൻ പോയി. എൻ്റെ കുളി കഴിയേണ്ട കറക്റ്റ് സമയം അവൻ അപ്പോഴത്തേക്കും എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് കഴിഞ്ഞാൽ തൊട്ടിൽ കിടന്ന ഒരൊറ്റ കരച്ചിലാണ്. പിന്നെ ആരെങ്കിലും ആ തൊട്ടിൽ നിന്നൊന്ന് എടുക്കുന്ന വരെ കിടന്ന് കരയോ. അപ്പം അമ്മ ഓടിപ്പോയി എടുത്തതാണ്. എടുത്തു കഴിഞ്ഞപ്പോൾ അമ്മയുടെ തോളത്ത് സുഖമായി കിടക്കുകയാണ് ആള്. അവൻ്റെ ഈ ഒരു ഉറക്കം എണീറ്റ് വരുമ്പോഴാണ് പിന്നെ അവനെ കുളിപ്പിക്കാനുള്ള പരിപാടികളിലേക്കൊക്കെ കടക്കുന്നത്. അതിനു മുമ്പായിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുക്കണം. പിന്നെ എൻ്റെ കുളിയൊക്കെ ഞാൻ അവൻ ഉറങ്ങുമ്പോൾ തന്നെ കഴിച്ച് വെക്കുന്നതുകൊണ്ട് ആ പണി വേഗം കഴിഞ്ഞു കിട്ടും. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നലെ അമ്മ അമ്പലത്തിൽ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ചന്ദനം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് തൊട്ട് ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അവനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇനി അടുത്തത്. അവനെ എണ്ണ തേപ്പിക്കാനാണ് ഇനി പോകുന്നത്. ഞാനാണ് എണ്ണ തേപ്പിച്ചു കൊടുക്കുന്നത്, അമ്മയാണ് കുളിപ്പിക്കുന്നത്. കുളിപ്പിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് അവനെ ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞാലാണ് എണ്ണ തേപ്പിച്ച് കുളിക്കുന്നത്. അല്ലെങ്കിൽ എണ്ണ തേച്ച് കുറച്ചു നേരം കിടന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആള് നല്ല അലമ്പാവും. അതുകൊണ്ട് നേരത്തെ ഇത്തിരി പാലൊക്കെ കൊടുത്ത് അവനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് എണ്ണ തേപ്പിക്കാനായിട്ട് കൊണ്ടുപോവുക. പാല് കുടിച്ചതിന് ശേഷം ബേപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ മടിയിൽ കമിഴ്ത്തി കിടത്തുന്നത്. അങ്ങനെ കുറച്ചു നേരം കമിഴ്ത്തി കിടത്തുമ്പോൾ തന്നെ ഗ്യാസൊക്കെ പോയിക്കോളും. അത് കഴിഞ്ഞിട്ട് എണ്ണ തേപ്പിക്കാൻ കിടത്തി. എണ്ണ തേപ്പിക്കാൻ കിടത്തുമ്പോൾ പിന്നെ ആൾക്ക് നല്ല കളിയാണ്. ഇതുപോലെ ഇങ്ങനെ കൈയൊക്കെ പൊക്കി കാലൊക്കെ പൊക്കി കളിക്കാൻ തുടങ്ങും. സാധാരണ എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മയാണ് എണ്ണ തേച്ച് കൊടുക്കുന്നത്. കുളിപ്പിക്കൽ എന്നും അമ്മ തന്നെയാണ്. ഞാൻ അവിടെ പോയാൽ ചേട്ടൻ്റെ വീട്ടിൽ പോയാൽ മാത്രമാണ് എന്നും ഞാൻ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ച് കൊടുക്കുന്നത്. ഇവിടെ പിന്നെ അമ്മയാണ് കുളിപ്പിച്ച് കൊടുക്കുന്നത്. എണ്ണ തേപ്പിക്കുമ്പോഴായാലും കുളിപ്പിക്കുമ്പോഴായാലും മുഖത്ത് തൊടുന്നതാണ് ആൾക്ക് അധികം ഇഷ്ടമില്ലാത്തൊരു പരിപാടി. തല കുളിക്കാനും ചെറിയൊരു മടിയുണ്ട് ചില സമയങ്ങളിൽ മാത്രം. ചില ദിവസങ്ങളിലാണെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കും. അവനെ കുളിപ്പിക്കുന്നുണ്ടെന്നേ അറിയുന്നുണ്ടാവില്ല. അത്രയ്ക്കും സൈലന്റ് ആവും. ഇന്നാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിന്റെ പത്രാസാന്ന് തോന്നുന്നുണ്ട്. കുളിപ്പിക്കുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. അതും തല കുളിപ്പിക്കുമ്പോഴാണ് കേട്ടോ. മേല് കുളിപ്പിക്കുമ്പോൾ ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല. അവനെ കുളിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. ഉരുക്ക് വെളിച്ചെണ്ണ, വെന്ത വെളിച്ചെണ്ണ എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അവനെ തേപ്പിച്ചു കൊടുക്കുന്നത്. തലയിൽ അത് തന്നെയാണ് തേക്കുന്നത്. പിന്നെ കുളിപ്പിക്കാനായിട്ട് രാവിലെ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. സോപ്പ് യൂസ് ചെയ്യാറില്ല. വൈകിട്ട് ഞാൻ കുളിപ്പിക്കുമ്പോൾ സോപ്പ് ഇട്ടിട്ടാണ് കുളിപ്പിക്കുന്നത്.
കുളിപ്പിക്കുന്നത്. സോപ്പ് നമ്മുടെ സെബാമെഡ് ഉണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഫോണിൻ്റെ ബാക്ക് കവർ കണ്ടു കഴിഞ്ഞാൽ അവൻ ഇതുപോലെ നോക്കിയിരിക്കും. അതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു ടെഡി ബെയറിൻ്റെ ഒരു ഫോട്ടോയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പ്രായത്തിൽ പറയില്ലേ കുട്ടികൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ അട്രാക്ട് ചെയ്യാന്ന്. അവർക്ക് ആദ്യം കാണുന്ന അതായത് ഒരു 2-3 മാസമൊക്കെ അവർക്ക് ആദ്യം കണ്ണിൽ കാണുന്ന ഒരു കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം തോന്നുന്നു എൻ്റെ ഫോൺ കവർ കാണുമ്പോൾ എപ്പോഴും അവൻ അതിങ്ങനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് ബെഡിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ട്. ബെഡിൽ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ എല്ലാ കുട്ടികളുടെയും പോലെ തന്നെ ഫാനാണ് അവൻ്റെ മെയിൻ കളിപ്പാട്ടം. ബെഡിൽ കിടത്തി മുകളിലേക്ക് നോക്കുമ്പോൾ ഫാൻ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സന്തോഷം അവൻ എന്നെ കണ്ടാൽ പോലും കിട്ടാറില്ല. അത്രയ്ക്ക് അവന് ഒരു ആഹ്ലാദമാണ് അത് കാണുമ്പോൾ. കുളി കഴിഞ്ഞ് അമ്മ ക്രീമൊക്കെ തേച്ച് കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട് കിടത്തുന്ന ആ സമയം കൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഇന്നും പൂരി മസാലയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ആസ്വദിച്ച് കഴിക്കാനുള്ള സമയമൊന്നും ഇപ്പം കിട്ടാറില്ല. അവനെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെക്കുമ്പോഴേക്കും ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേഗം പോവും. അപ്പോഴേക്കും അവന് വിശന്ന് തുടങ്ങിയിട്ടുണ്ടാവും. വിശന്ന് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും കരച്ചിലാണ്. അപ്പോൾ വേഗം ഓടിപ്പോയിട്ട് പാലൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കും. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉറങ്ങും. നല്ല എണ്ണയൊക്കെ തേച്ച് കുളിച്ച് സുഖമായിട്ട് കിടക്കല്ലേ. അപ്പോൾ പിന്നെ വേഗം തന്നെ ഉറക്കം വരും. സാധാരണ കുളി കഴിഞ്ഞാൽ ഞാൻ തൊട്ടിലാണ് അവനെ കിടത്തുന്നത്. പക്ഷെ ഇന്ന് അവൻ ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങിയപ്പോൾ പിന്നെ ഞാൻ അവനെ മാറ്റി കിടത്താൻ നിന്നില്ല. പക്ഷെ ബെഡിൽ കിടന്നാൽ അധികം നേരമൊന്നും ഉറങ്ങില്ല, പെട്ടെന്ന് തന്നെ എണീക്കും. അപ്പം ഞാൻ എടുത്ത തൊട്ടിൽ കിടത്താമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ കിടത്തിയത്. ഇനി അടുത്ത എൻ്റെ ഒരു പണി എന്ന് പറയുന്നത് ഉണ്ണിക്കുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കലാണ്. ഞാനല്ല ഉണ്ടാക്കുന്നത്, അമ്മയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് അച്ഛൻ നാളികേരം പൊതിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനായിട്ട് പിന്നിൽ തൊഴുത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഞങ്ങൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു തൊഴുത്താണ് കേട്ടോ. ഇപ്പോൾ അവിടെ പശുവൊന്നുമില്ല, പണ്ടുണ്ടായിരുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ അടുപ്പിൽ കത്തിക്കാനുള്ള ചകിരിയും വിറകൊക്കെ ഈ തൊഴുത്തിലാണ് സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു പറമ്പിൽ നിറച്ച് 6 മാസ ചെടി ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിന് 6 മാസ ചെടി കൃഷ്ണകിരീടം എന്നൊക്കെ പറയാറുണ്ട്. 6 മാസം കൂടുമ്പോഴാണ് ഈ പൂവ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്നാണ് ഇവിടെ അമ്മായിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ വെളിച്ചെണ്ണയുടെ പ്രിപ്പറേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അമ്മ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നല്ല വെയിൽ കണ്ടൊരു ദിവസമാണ്. ചെറിയൊരു മഴക്കാര് എവിടെന്നോ ഇങ്ങനെ ദൂരെ നിന്ന് കാണാനുണ്ടെങ്കിലും നന്നായിട്ട് വെയിൽ ഉദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉണ്ണിയുടെ ഡയപ്പർ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തീരെ നമുക്ക് കത്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ എല്ലാം ഒന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു. എല്ലാം വെയിലത്തിട്ടിട്ടില്ല, ഉള്ളതിൽ പകുതിയാണ് ഞാൻ കൊണ്ടിട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിൻ്റെയും ജെല്ലെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള കവറ് ഞാൻ വെയിലത്ത് കൊണ്ട് വിരിച്ചിടുകയാണ്. ഓരോ വെയിൽ കാണുമ്പോഴും കുറേശ്ശെ എടുത്തിട്ട് ഡയപ്പർ ഇതുപോലെ വെയിലത്തിട്ടിട്ട് കത്തിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അത്രയ്ക്ക് അധികമാണ് ഡയപ്പറുകൾ ഇങ്ങനെ കൂട്ടിയിട്ടുള്ളത്. കാരണം മഴക്കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ അതുപോലെ ഇതിൻ്റെ ജെല്ലെടുത്ത് കളഞ്ഞിട്ട് വേണം ഇതുപോലെ ഉണക്കാനായിട്ട് ഇടാൻ. അപ്പം ജെല്ലെടുത്ത് കളയാന്ന് പറയുന്നത് ഒരു എളുപ്പമായിട്ടുള്ള പണിയല്ല, കുറച്ച് ടാസ്ക്കാണത്. അപ്പം അമ്മ കുറച്ചൊക്കെ ജെല്ലെടുത്ത് കളഞ്ഞ് തന്നപ്പോൾ ബാക്കിയൊക്കെ ഞാനെടുത്ത് ഇങ്ങനെ വിരിച്ചിടുകയാണ് ഉണങ്ങാനായിട്ട്. പിന്നെ ഇന്ന് വെയിൽ കണ്ടപ്പോൾ ബെഡ്ഷീറ്റുകളൊക്കെ തിരുമ്പാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ എടുത്തിട്ടൊന്ന് വിരിച്ചിടുകയാണ്. അറ്റത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കണ്ടാൽ അറിയായിരിക്കും ചെറിയൊരു മഴക്കാരുണ്ട്, പക്ഷെ നന്നായിട്ട് വെയിലും ഉദിക്കുന്നുണ്ട്. അപ്പം ബെഡ്ഷീറ്റൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുമല്ലോ, അധികം കനലില്ലാത്ത ബെഡ്ഷീറ്റുകളാണ്. അപ്പോൾ വേഗം അതൊക്കെ വിരിച്ചിട്ടിട്ട് അതൊക്കെ ഉണക്കിയെടുത്ത് വെക്കാനുള്ള പ്ലാനിലാണ്. അമ്മായി അവിടെ വിറക് ഉണക്കാനും ഇടുന്നുണ്ട്. നമ്മൾ ചോറൊക്കെ വെക്കുന്നത് അടുപ്പിലാണ്, അതുകൊണ്ട് നമുക്ക് വിറകൊക്കെ നന്നായിട്ട് ആവശ്യം വരും. മഴ പെയ്ത് ഈർപ്പം അടിച്ചിട്ട് അതിനൊക്കെ ഒരു നനവ് തട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാനായിട്ട് വെയിലത്ത് കൊണ്ടിടുകയാണ്. അപ്പോഴേക്കും രുദ്രപ്പൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അവൻ ഇടയിൽ എണീറ്റപ്പോൾ ഞാൻ തൊട്ടിലേക്ക് എടുത്ത് മാറ്റി കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞതേ ഇപ്പം നല്ല കരച്ചിലായിട്ട് എണീറ്റിട്ടുണ്ട്. ഇനി അവനെ എടുത്തിട്ട് ഒന്ന് കൂളാക്കി വെക്കണം. പുറത്തേക്കൊന്ന് കൊണ്ട് കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആൾ തന്നെ കൂളായിക്കോളും. അത് കഴിഞ്ഞ് ഞാൻ അവന് വൈറ്റമിൻ്റെ സിറപ്പ് കൊടുക്കാനായിട്ട് ഉമ്മറത്തേക്ക് കൊണ്ടുപോയി. മരുന്ന് കുടിക്കാനായിട്ട് വലിയ മടിയൊന്നുമില്ല, കാരണം അത് നല്ല മധുരമുള്ള മരുന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഇരുന്ന് കുടിച്ചോളും. വൈറ്റമിൻ്റെ സിറപ്പാണ് കൊടുക്കുന്നത്. ഒരെണ്ണം 6 മാസം വരെയും ഒരെണ്ണം 1 വയസ്സ് വരെയാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അത് 2 നേരമായിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം അവൻ സാധനങ്ങളൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ മരുന്ന് കൊടുക്കുമ്പോൾ അതവൻ പിടിച്ച് വാങ്ങാനായിട്ട് നോക്കുകയാണ്. കളിപ്പാട്ടങ്ങളൊക്കെ അവൻ കൈകൊണ്ട് മുറുക്കെ പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ എന്ത് കണ്ടാലും ഇപ്പം അവനത് വേണം. അങ്ങനെ മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങളുടെ സ്നേഹപ്രകടനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉമ്മർത്തൊക്കെ നടന്നു. കുറേ നേരം അവൻ മടിയിലിരിക്കില്ല. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവൻ എണീറ്റ് നടക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പിന്നിലേക്ക് പോയി. അവിടെ അച്ചാച്ചൻ്റെ മടിയിലായിരുന്നു പിന്നെ കുറച്ച് നേരം ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചെറിയൊരു വാശിയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അതാണ് അവൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ വെളിച്ചെണ്ണ പ്രിപ്പറേഷൻ അവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലെത്തുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരും. ഈ ഒരു വെളിച്ചെണ്ണയ്ക്ക് പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അത് വേറെ ഒരു വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് മേടിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് കിട്ടില്ല. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. നാളികേരത്തിൻ്റെ ഒക്കെ ഒരു വറുത്ത നാളികേരത്തിൻ്റെ ഒക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ അതുപോലെ. പിന്നെ
ഇതിൽ നാളികേരത്തിന്റെ ഈ ഒരു കൊറ്റൻ വരുന്നുണ്ടല്ലോ, ഇത് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കഴിക്കുന്നതാണിത്. അതിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ തുള്ളി വെളിച്ചെണ്ണ വരെ അമ്മ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. നല്ല പ്യുവർ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചത് കഞ്ഞിയാണ്. ഇത് ഉലുവ കഞ്ഞിയാണ്. ഇതിൽ ചെറുപയറും ഉലുവയും നാളികേരൊക്കെ ഇട്ടിട്ടാണ് ഈ കഞ്ഞി വെക്കുന്നത്. ഡെലിവറി കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് പാലുണ്ടാവാനായിട്ട് കഴിക്കുന്നതാണിത്. അപ്പൊ ഇതാണ് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ രുദ്രുവിനെ റൂമിൽ കൊണ്ട് കിടത്തി. അവനിപ്പോ കമിഴാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. അതിനായിട്ട് ഭയങ്കരമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം കളിച്ച് ആൾക്ക് നന്നായിട്ട് ഉറക്കം വന്നു തുടങ്ങി. അപ്പൊ ഇനി ഉച്ചയുറക്കത്തിനുള്ള സമയമാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറച്ചു നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് അമ്മായിയാണ് അവൻ നോക്കുന്നുണ്ടായിരുന്നത്. അവനാണെങ്കിൽ സോഫയിൽ കിടന്ന് നല്ല കളിയും ചിരിയൊക്കെ ആയിരുന്നു. ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ വെളിച്ചെണ്ണ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു കുപ്പിയിലാക്കി എടുത്ത് വെക്കുകയാണ്. ഈ ഒരു വെളിച്ചെണ്ണ അവന് കുറെ നാളത്തേക്കുള്ളതായിട്ടുണ്ട് കേട്ടോ. 3 നാളികേരം വെച്ചിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും വെളിച്ചെണ്ണ കൊണ്ട് അവന് കുറെ നാൾ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അവൻ കുഞ്ഞായോണ്ട് നമുക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണയല്ലേ യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. അപ്പൊ അവന് കുറെ നാളത്തേക്കുള്ള വെളിച്ചെണ്ണ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയിട്ട് രുദ്രുവിനെ കുളിപ്പിച്ചു. അവനെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉറക്കം കൂടി ഉണ്ട്. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോൾ വൈകിട്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അവന് രാത്രി കൊടുക്കാനുള്ള സിറപ്പ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ രാത്രിയിലത്തെ ഉറക്കം ഉറങ്ങും. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഒന്നും പ്രഡിക്റ്റബിൾ അല്ല, എല്ലാം അവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ പോലും അതൊന്നും നടക്കാറില്ല. കാരണം അവന്റെ മൂഡിനനുസരിച്ചിട്ട് വേണം എനിക്കിപ്പോൾ എൻ്റെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇനി വീഡിയോസ് കാണാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.